ജിബിൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഹിന്ദു സംഘടനകൾ, VSDP, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ കുടുംബത്തിന് വേണ്ടിയൊക്കെ തന്നെ ചർച്ചകൾ നടത്തിയത്. അവരൊക്കെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിയമപരമായി കാര്യങ്ങൾ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിയുടെ ഒരു നടപടിക്രമം ഇതിൽ വരികയും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ വരുമ്പോൾ ഇനിയുള്ള അവരുടെയൊക്കെ നിലപാടെന്താണ്, കുടുംബം പറയുന്നത് എന്താണ്? പ്രജീഷ്, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നാട്ടുകാർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും അയൽക്കാരും നാട്ടുകാരും ഒക്കെ പൊതുസമൂഹം ഒക്കെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നത്. ഇത്രയും വർഷക്കാലം ഈ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവായിട്ട് മരണ സർട്ടിഫിക്കറ്റ് കുടുംബത്തിന്റെ കയ്യിലുണ്ടോ എന്നുള്ള സുപ്രധാന ചോദ്യമാണ് ഇപ്പോൾ കോടതി തന്നെ ഈ അഭിഭാഷകനോട് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഇപ്പോൾ കുടുംബത്തിന് പോലും മറുപടിയില്ല എന്നുള്ളതാണ് മകന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകനോട് ഇതേ ചോദ്യം, അതായത് ഹൈക്കോടതി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകനായ സനന്ദനോട് നമ്മൾ ചോദിച്ചത്. പക്ഷേ ആ കുടുംബത്തിന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു മറുപടിയില്ല. അദ്ദേഹം പറയുന്നത്, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല, പക്ഷെ മരിച്ചിട്ടുമില്ല, സമാധിയായിട്ടുണ്ടോ. എന്നാൽ സമാധിയായതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഈ സമാധിയായെന്ന് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ 11 മണിയോട് കൂടിയാണ്. തുടർന്ന് അതാണ് മകന്റെ പ്രതികരണം. ജിബിൻ, ഒരു കാര്യം, ഇനിയിപ്പോൾ പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് ഹൈക്കോടതിയുടെ ഒരു ഓർഡർ അവരുടെ കൈവശം ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഹൈക്കോടതിയിൽ നിന്ന് പരിഗണിച്ചതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവരുടെ കൈവശമുള്ളപ്പോൾ പോലീസ് ഇനി വൈകിക്കാതെ തന്നെ നടപടികളിലേക്ക് കടക്കുകയായിരിക്കുമോ അവരുടെ മുന്നിലുള്ളത്? പ്രജീഷ്, വൈകാതെ തന്നെ പോലീസിന്റെ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാവിലെ ജില്ലാ കളക്ടറിനോട് നമ്മൾ സംസാരിച്ച സമയത്ത് ജില്ലാ കളക്ടർ പറഞ്ഞത്, ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നടപടി എന്നാണ് കളക്ടർ പറഞ്ഞത്. ഇതനുസരിച്ച് ഡിവൈഎസ്പിയോട് സംസാരിച്ചപ്പോൾ ഡിവൈഎസ്പിയും പറഞ്ഞത് അതേ കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് ജില്ലാ കളക്ടറിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുടുംബം ഹൈക്കോടതി കൂടി സമീപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്താണെന്ന് നോക്കിയിട്ട് മറ്റു തീരുമാനമെന്നാണ് രാവിലെ പറയുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കോടതിയുടെ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഇടപെടൽ ഉണ്ടായി. പ്രധാനപ്പെട്ട ഇടപെടൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അങ്ങനെ